اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم. കുട്ടികളുടെ വെക്കേഷൻ കാലമാണ്. SSLC കഴിഞ്ഞ മക്കളുണ്ട്, റിസൾട്ട് വന്നു, പലർക്കും നല്ല വിജയം കിട്ടി. അപ്പം ഇനി ഭാവിയെക്കുറിച്ച് രക്ഷിതാക്കൾ ഏറെ ആശങ്കപ്പെടുന്ന ഒരു സമയമാണ്. എന്ത് കോഴ്സ് തിരഞ്ഞെടുക്കണം, ഏത് ഫീൽഡിലേക്ക് വിടണം എന്നൊക്കെ. ഏത് ഫീൽഡാണെങ്കിലും എന്ത് കോഴ്സാണെങ്കിലും അതോ അനുവദിക്കപ്പെട്ട എന്ത് കോഴ്സാണെങ്കിലും അവരുടെ ധാർമ്മികത നമ്മൾ ഉറപ്പുവരുത്തണം. മക്കൾക്ക് ധാർമ്മിക വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട്. ഒരു പരിചയത്തിലുള്ളൊരു സുഹൃത്തിന് ഒരു വീട്ടിൽ വായിക്കാനുള്ള ഖുർആൻ പരിഭാഷയും ചില പുസ്തകങ്ങളും കൊടുത്തു. ഏറെ നാളുകൾക്ക് ശേഷം അങ്ങനെ തിരിച്ചു തരാൻ ഒരു കവറിലിട്ട് തിരിച്ചു വായിക്കാൻ സമയമില്ല, ഇന്നവരെ വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് തിരിച്ചു തരാണ്. എന്ന് വെച്ചാൽ പഠിക്കാൻ ഏറെയുണ്ട്, എഴുതാൻ ഏറെയുണ്ട്, പക്ഷെ മതവിദ്യാഭ്യാസം കിട്ടണില്ല. അവർ എങ്ങോട്ടാണ് പോക്ക്? ചിന്ത എന്താണ്? ദുനിയാവ് മാത്രമായി പരിമിതപ്പെട്ട് കഴിഞ്ഞു. ഖുർആൻ പരിഭാഷയും മത മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ചെറിയ പുസ്തകങ്ങളും കൊടുത്തിട്ട് ഏകദേശം 1-2 വർഷങ്ങൾ കയ്യിൽ സൂക്ഷിച്ചിരുന്നിട്ട് അതിൻ്റെ ഒരു പേജ് മറിച്ച് നോക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങോട്ട് തിരിച്ചു തന്നു ഒരു മാന്യതയുടെ പുറത്ത്. ഇത് വെച്ചിരുന്നിട്ട് കാര്യമില്ല, ഞാൻ വായിക്കില്ല, ഞാൻ വേറെ ആർക്കെങ്കിലും കൊടുക്കുക. ആലോചിച്ച് നോക്കും. അപ്പം ഈ വിദ്യാർത്ഥിയാണ്, ഒരുപാട് പഠിക്കാനുണ്ട് എന്നതാണ് ന്യായം. പക്ഷെ മതം കിട്ടുന്നില്ലെങ്കിൽ, അള്ളാഹുവിൻ്റെ വചനങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ ഈ പഠനമൊന്നും കൊണ്ട് ഒരു ഉപകാരമില്ല. നാളെ മരിച്ചു കഴിഞ്ഞാൽ ഈ ചെലവഴിച്ച സമയവും സമ്പത്തൊക്കെ അത് നിഷ്ഫലമായി പോകും. നമുക്ക് പരലോകത്തൊന്നും കിട്ടില്ല, മാതാപിതാക്കൾക്കും കിട്ടില്ല, ആ കുട്ടിക്കൊന്നും കിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ധാർമ്മിക മൂല്യം ഉള്ള അത് നിലനിർത്താനുള്ള ധാർമ്മിക വിദ്യാഭ്യാസം കിട്ടുന്ന രംഗങ്ങൾ കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് മതവിദ്യാഭ്യാസവും ഭൗതികവും കൂടി സമന്വയിക്കാൻ പറ്റിയ ഇസ്ലാമിക സ്ഥാപനങ്ങളും ചെറുതെങ്കിലും നമ്മുടെ നാടുകളിലുണ്ട്. വലിയ സേവനങ്ങളാണ് ചെയ്തത്. ചെറിയ സ്ഥാപനം, വലിയ സേവനം. നമ്മുടെ തിരുവനന്തപുരത്ത് ദാറുൽ അർക്കം അൽ ഹിന്ദ് എന്ന പേരിൽ അറബിക് കോളേജുണ്ട്. ഭൗതിക വിദ്യാഭ്യാസത്തെ തീരെ അവഗണിച്ചുകൊണ്ടല്ല, ഭൗതിക വിദ്യാഭ്യാസം സമന്വയിപ്പിച്ചുകൊണ്ട് മതവിദ്യാഭ്യാസം കൂടി കൊടുക്കുന്ന നമ്മുടെ വേറൊരു ജനതയും ഇവിടെ നമ്മുടെ നാട്ടിൽ അങ്ങനെ പഠിക്കുന്നുണ്ടാവില്ല, ഉറപ്പാണ്. കാരണം അത്രയേറെ വലിയ വിഷയങ്ങൾ, അടിസ്ഥാനപരമായ മൂല്യമേറിയ വിഷയങ്ങൾ, വിശ്വാസം, കർമ്മം, ഭാഷ, ഖുർആനിൻ്റെ വ്യാഖ്യാനം, ഹദീസ്, ഇങ്ങനെയൊക്കെ വിവിധ വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് SSLC കഴിഞ്ഞവർക്ക് കേരള സർക്കാരിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ഹ്യൂമാനിറ്റീസ് കോഴ്സ് +1 +2 ചെയ്യാൻ കഴിയും. അത് കഴിഞ്ഞാൽ ഡിഗ്രി 3 വർഷം ചെയ്യാൻ ഉള്ള സാഹചര്യമുണ്ട്. ഇതൊക്കെ ഇങ്ങനെ മതവിദ്യാഭ്യാസവും ഭൗതികവും കൂടെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള സംരംഭങ്ങളാണ്. ഇതൊക്കെ നമ്മൾ പിന്തുണയ്ക്കേണ്ടതാണ്. നമ്മൾ ആദർശം അറിയുന്ന ആളുകൾ, തൗഹീദിനെ സ്നേഹിക്കുന്ന ആളുകൾ. അപ്പം നമ്മുടെ മക്കളെ അവിടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ ഗുണം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾ കഷ്ടപ്പെട്ട് ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടുവന്ന മക്കൾ ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചേർന്നതോടുകൂടി പിന്നെ അത് നമ്മുടെ മക്കളല്ലാതായി മാറുന്നു എന്ന് പറഞ്ഞാൽ വേറൊരു കോലമായി തീരും. അതുകൊണ്ട് വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലമാണ്. മക്കൾ വഴിതെറ്റാനുള്ള സാഹചര്യങ്ങളെല്ലാം പലർക്ക് തുറന്ന് കിടക്കുകയാണ്. അതുകൊണ്ട് അറബി കോളേജുകളിൽ ചേർത്തെന്ന് പറഞ്ഞ് എന്തായിത്തീരും, ഭാവി എന്തായിത്തീരും, പട്ടിണി കിടന്ന് അങ്ങനെ ചത്തുകയൊന്നുമില്ല, പട്ടിണി കിടന്ന് ചാകുകയൊന്നുമില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ദീന് പഠിച്ചത് കൊണ്ടോ മതവിദ്യാഭ്യാസം ആർജിച്ചത് കൊണ്ടോ ആരും പട്ടിണി മരണം ഇൻഷാ അല്ലാഹ് ഉണ്ടാകില്ല. അത് പഠിച്ചത് കൊണ്ട് ഒരു വേള റിസ്ക് കിട്ടാനാണ് സാധ്യത. അള്ളാഹുവിൻ്റെ ദീനിൽ മുന്നിടുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്ത റിസ്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുതരും. അതെൻ്റെ വാഗ്ദാനമാണ് സഹോദരങ്ങൾ. അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കുക. ചിലപ്പോൾ വീട്ടുകാർക്ക് പോലും വാപ്പയ്ക്ക് ഉപജീവനം വിശാലമാകുന്നത്, റിസ്ക് കിട്ടുന്നത് മക്കൾ ദീന് പഠിക്കുന്നതുകൊണ്ടായിരിക്കും. വാപ്പയുടെ കച്ചവടത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും, ജോലിയിൽ ധന്യത ഉണ്ടാകും, സംതൃപ്തി ഉണ്ടാകും. ഇതെന്തെന്ന് പറയുക, കാരണം ചിലപ്പോൾ മകൻ ഹിഫ്ള് പഠിക്കുന്നുണ്ടാകും, മകൾ അള്ളാഹുവിൻ്റെ ദീന് പഠിക്കാൻ ഒരു അവസരത്തിലേക്ക് പോയിട്ടുണ്ടാകും. അതിലൂടെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും വരെ ബർക്കത്ത് കിട്ടും. പക്ഷെ വാപ്പയും ഉമ്മയും സംതൃപ്തരായിരിക്കണം. അതിൽ അവരെ മക്കളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി അതിൽ വിടണം. അത്തരം ദീനി കാര്യങ്ങളിൽ അവരെ പ്രോത്സാഹിപ്പിക്കണം. ഇനി ചിലർക്ക് ദുന്യവ്യായ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ പഠിക്കാനാണ് ഉറച്ച തീരുമാനം, അതിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ളുവെങ്കിൽ അങ്ങനെ വന്നാൽ തന്നെയും മതവിദ്യാഭ്യാസം കിട്ടാനുള്ള സാഹചര്യം പരമാവധി നമ്മൾ അവർക്ക് ഉറപ്പുവരുത്തിയാൽ മതിയാകും. ഇല്ലെങ്കിൽ അവിടെ
പോകുന്ന കോളേജുകളിലെ തെറ്റായ സന്ദേശങ്ങൾ, ലിബറലിസം, അതുപോലെ യുക്തിവാദം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു തലത്തിലൂടെ കടന്നു വരുമ്പോൾ അവരുടെ വിശ്വാസത്തെ, വസ്ത്രധാരണത്തെ, സംസ്കാരത്തെയൊക്കെ ഇങ്ങനെ ബാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ മതമൂല്യങ്ങൾ കിട്ടാതിരുന്നാൽ തീർച്ചയായും ഇരുട്ടിലായി പോകും. മക്കൾ അജ്ഞതയിലും അന്ധതയിലുമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക സഹോദരങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ഇബാദത്തുകളും സ്വീകരിക്കുമാറാകട്ടെ.